കാര്യവട്ടം ക്യാമ്പസിലെ പ്രശ്നം SFIക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ഇന്ന് നിയമസഭയിൽ പ്രതിഫലിക്കുകയായിരുന്നു. നിയമസഭയിൽ രൂക്ഷമായ ഭരണപ്രതിപക്ഷ വാക്പോരാണ് ഇന്ന് കണ്ടത്. ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയും സർക്കാരും കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് SFIയുടെ അക്രമത്തിന് പ്രധാന കാരണമെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. SFIയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയത്. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പക്ഷേ ഇതിനെ ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചത്. കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷമായിരുന്നു ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയത്. KSU നേതാക്കളും MLA-മാരും അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥന്റെ അനുഭവം കാര്യവട്ടത്തും ഉണ്ടാകുമായിരുന്നുവെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ച വിൻസെന്റ്. സാറ് സിദ്ധാർത്ഥിനെ ഇടിച്ച് ചതച്ച ഇടിമുറിയുടെ നമ്പർ 21. എല്ലാ കോളേജുകൾക്കും ഇടിമുറിയുണ്ട് സാർ. സാറ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല സാർ SFI നിൽക്കുന്നത്, ഇടിമുറിയുടെ ഭീകരതയിലാണ്. SFIയുടെ രക്തസാക്ഷിത്വ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവും യൂണിവേഴ്സിറ്റി കോളേജിലെ ചാപ്പകുത്ത് കേസുമൊക്കെ പരാമർശിച്ച് SFIക്ക് വേണ്ടി പിണറായി വിജയൻ വീറോടെ വാദിച്ചു. എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തി? ഇതല്ലേ ആലോചിക്കേണ്ടത്. ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങളെന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യാക്രമണം. ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? മുഖ്യമന്ത്രിയും CPM നൽകുന്ന ഈ പൊളിറ്റിക്കൽ പാറ്റേണേജ് ആണ് SFIക്കാർക്ക് അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. ഞങ്ങളിവിടെ പറഞ്ഞു, ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. സാർ, ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജ് ആണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. SFIയെ ചൊല്ലി രൂക്ഷമായ ഭരണ പ്രതിപക്ഷ വാഗ്വാദമാണ് സഭയിൽ നടന്നത്. നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ മൂർച്ചയേറിയ വിമർശനമായിരുന്നു SFIക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത്. SFI ആ ശൈലി തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ലാതെ അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് SFIക്ക് നടക്കില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിൽ ഇന്ന് മറ്റ് ആരോപണങ്ങളുമുണ്ടായി. മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തത് SFIക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആക്ഷേപകരമായ പരാമർശമാണെന്ന് മന്ത്രി MB രാജേഷ് ചൂണ്ടിക്കാട്ടി. സഭാരേഖകളിൽ നിന്ന് ഇത് നീക്കണമെന്നും MB രാജേഷ് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. മഹാത്മാഗാന്ധിയുടെ ചിത്രം SFIക്കാരാണ് തകർത്തത് എന്ന് പറഞ്ഞത് ആക്ഷേപകരമായ പരാമർശമാണ്. തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാം. അല്ല, അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചെയറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയറിന് നേരെ ആക്രോശങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ചെയറിനെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വാക്പോരും ഇന്ന് നിയമസഭയിൽ കണ്ടു. മുഖ്യമന്ത്രി മഹാരാജാവല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്ഥാനത്തിന് യോജിച്ചതല്ലെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ താൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നവകേരള സദസ്സ്, നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സർ ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്.
എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. അതേപോലെ തന്നെ നേരത്തെ നവകേരള സദസ്സിനിടെ രക്ഷാപ്രവർത്തനം എന്നുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇക്കാര്യവും നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. സമരക്കാരെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്ന അന്നത്തെ പ്രയോഗം ഇന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്, നിയമസഭയിൽ നിന്ന്. അരുൺ, ഇന്ന് നിയമസഭ കണ്ടത് വല്ലാത്ത ഒരു വാക്പോരാണല്ലോ. പ്രശ്നം ഉന്നയിച്ചത് കാര്യവട്ടം ക്യാമ്പസിലെ SFIയുടെ അതിക്രമമായിരുന്നുവെങ്കിലും അതിൽ നിന്നും കടന്ന് മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയും നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രി നടത്തിയ ആ പരാമർശം അത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും മുഖ്യമന്ത്രി മഹാരാജാവ് അല്ലെന്ന് സതീശൻ പറയുകയും അതിന് മറുപടി നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെയാണല്ലോ സതീശന്റെ നിയമസഭയിലെ പെരുമാറ്റം അത് ശരിയല്ല എന്ന് മന്ത്രി MP രാജേഷിന് പറയേണ്ടി വന്നതും സ്പീക്കർ താൻ നിസ്സഹായനാണെന്ന രീതിയിൽ പ്രതികരിച്ചതും. എന്തായിരുന്നു ഇന്ന് നിയമസഭയിൽ കണ്ട മുഴുവൻ കാര്യങ്ങളുടെയും ഒരു സംക്ഷിപ്തം? മഞ്ജുഷ, കാര്യവട്ടം കോളേജിൽ SFI കേസ് സംഘർഷമാണ് പ്രതിപക്ഷം ഇന്ന് സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി കൊണ്ടുവന്നത്. വലിയ വിമർശനം തുടക്കം മുതൽ വിൻസെന്റ്, നോട്ടീസ് ഇറക്കിയ വിൻസെന്റ് SFIക്കെതിരെ ഉന്നയിച്ചു. കേസ് നേതാക്കളും അതുപോലെ MLAമാരായ ഷാണ്ടിയുമനും വിൻസെന്റും ഒന്നും അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥ് ആവർത്തിക്കപ്പെടുകയായിരുന്നു. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലെ സിദ്ധാർത്ഥിന്റെ സംഭവം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. ആ രീതിയിലുള്ള ക്രൂരമായ മർദ്ദനമാണ് കേസ് നേതാവിന് ഏൽക്കേണ്ടി വന്നതെന്നായിരുന്നു പ്രധാനമായും വിൻസെന്റ് ആരോപിച്ചത്. ഈ അക്രമങ്ങൾക്കൊക്കെ പൊളിറ്റിക്കൽ പാട്രണേജ് നൽകുന്നത്, രാഷ്ട്രീയമായ സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയും CPM ആണെന്ന് പ്രതിപക്ഷം വിൻസെന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് എല്ലാത്തിനും SFI ചെയ്ത ഇത്തരം കാര്യങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയാൻ തയ്യാറാകും. പക്ഷേ നിങ്ങളുടെ നേതാവ് കേസുകാരുടെ പേര് പരാമർശിക്കാതെ ധീരജിനെ കൊന്നവർ ചെയ്തത് ഇരന്നു വാങ്ങിയതാണ് എന്നൊരു പരാമർശം. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ചെയ്യാറില്ല. തെറ്റ് ചെയ്തത് തെറ്റ് എന്ന് തന്നെ പറയും. പക്ഷേ എല്ലാത്തിനും SFIയെ കുറ്റപ്പെടുന്നത് ശരിയല്ല. പല കാര്യങ്ങൾക്കും അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്നു. അത് ശരിയായ രീതിയല്ല, അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SFIയുടെ സമരചരിത്രം ഓർപ്പിച്ച മുഖ്യമന്ത്രി സംസാരിച്ചത്. അപ്പോഴാണ് വിൻസെന്റും മറ്റും ഈ നവകേരള സദസ്സിനിടെ ഉണ്ടായ ചില വിഷയങ്ങൾ കൂടി പരാമർശിച്ചു പോയത്. അക്രമികളെ അവർ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരം രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ SFI നടത്തുന്നതെന്ന് വിൻസെന്റ് പരാമർശം, പരിഹാസം. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിലേക്ക് പോയത്. വിൻസെന്റ് പറഞ്ഞത് നിങ്ങൾ തോറ്റിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്ന് നിലപാട് മാറ്റാൻ തയ്യാറാകുന്നില്ല. തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നവകേരള സദസ്സിലുണ്ടായ സംഭവങ്ങളെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചതാണ്. അത് രക്ഷാപ്രവർത്തനം പറഞ്ഞതാണ്. അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയത്. ഞാൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. ഞങ്ങളുടെ ബസ്സിന് നേരെ, വണ്ടിക്ക് നേരെ ചാടി അപകടമുണ്ടാകുന്ന ആളുകളെ പിടിച്ചുമാറ്റി അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടതാണ്. അത് ഞാൻ അന്ന് പറഞ്ഞു രക്ഷാപ്രവർത്തനമെന്ന്, ഇന്നും പറയും, നാളെയും പറയും. അതിനുശേഷം നടന്നുന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? അവിടെയാണ് രക്ഷാപ്രവർത്തനമെന്ന് താൻ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ തിരുത്താതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി മഹാരാജാവിനെ പോലെ പെരുമാറുന്നു എന്ന ആരോപണം ഉന്നയിച്ചത്. മഹാരാജാവിനെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത്, അത് ശരിയല്ല എന്ന്, നിങ്ങൾ മഹാരാജാവല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത് ഞാൻ മഹാരാജാവല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്, എക്കാലവും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ളയാളാണ് ഞാൻ, അവർക്ക് വേണ്ടി എന്തും ചെയ്യും, ഞാൻ ജനങ്ങളുടെ ദാസനാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും മറുപടി അവസാനിപ്പിച്ചു. ഏതായാലും SFIക്ക് വേണ്ടി മുഖ്യമന്ത്രിയും SFIക്കെതിരെ പ്രതിപക്ഷവും വലിയ രീതിയിൽ സഭയിൽ വാക്പോര് നടത്തി. സഭാ നടപടി സ്തംഭിച്ചു. ഇതിനിടെ പ്രതിപക്ഷ പരാമർശങ്ങൾ, സ്പീക്കറെ പോലും, അതായത് പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ബഹളം നിർത്തിവെക്കണം, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്പീക്കർ പറഞ്ഞു ബഹളം പൂർണ്ണമായി പിൻ ഡ്രോപ്പ് സൈലൻസിൽ സംസാരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറെ നാൾ സഭയിലെ അവസ്ഥ അതാണ്, അത് ഇരുപക്ഷം ഒരുപോലെയാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് സ്പീക്കർ ചോദിച്ചു. അതുകൊണ്ട് സംസ്ഥാനം തുടരാൻ പറഞ്ഞു. അത് കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കി. അങ്ങനെ സ്പീക്കർക്കെതിരെയും പ്രതിപക്ഷം രംഗത്ത് വന്നു. അതാണ് സഭയെ അവഹേളിക്കുന്നു, ചെയറിനെ അവഹേളിക്കുന്നു, സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം അത് സ്ഥിരമായി ചെയ്യുന്നു. ഇത് അംഗീകരിക്കാനാകില്ല, മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ശരിയല്ല തുടങ്ങിയ മറുപടിയുമായി മന്ത്രി MP രാജേഷ് എഴുന്നേറ്റ് അക്ഷരാർത്ഥത്തിൽ സഭ എന്ന് പ്രക്ഷുബ്ധമാവുകയായിരുന്നു കാര്യവട്ട സംഭവത്തെ ചൊല്ലി. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി സജി ചെറിയാനെ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുത്തി. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ള ആ ഒരു നിലപാട് നേരത്തെ സജി ചെറിയാൻ പറഞ്ഞ കാര്യം അത് സർക്കാരിനില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിന് വേണ്ടി പറഞ്ഞ കാര്യമാണ് ഇതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെന്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച്
ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും +1 പിന്നെ പ്രവേശനം കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സജി ചെറിയാനൂർ പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാർ ഏത് സാഹചര്യത്തിലാണ് ഇക്കാര്യം താൻ പറഞ്ഞതെന്ന് മന്ത്രി സജി ചെറിയാനും നിയമസഭയിൽ വ്യക്തമാക്കി. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല. അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു. വിഷ്ണുരാജ് എന്ന് പറയുന്നൊരു കുട്ടി, ആളുടെ പേര് ഞാൻ പറയുകയാണ്. ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെറ്റ് വ്യാപകമായി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്തായിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട്. ഈ പരാമർശമാണ് നടത്തിയത്. അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ വകുപ്പിനെ പറ്റിയല്ല പറഞ്ഞു. UDF-ന്റെ കാലത്ത് ഇവിടെ ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്, LDF-ന്റെ കാലത്ത് ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഓൾ പാസ് 99% 1% അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ, ചർച്ച നടക്കട്ടെ. അത്